എന്താ കുട്ടിയെ കാലോണ്ട് തട്ടണിരുന്നിട്ട്? അപ്പൊ ഉറുമ്പേ തട്ടാനല്ലേ നീ പോയ അങ്ങട്? നിങ്ങട് നീങ്ങി നിക്കൂ, നല്ല ഉറുമ്പുണ്ട്. അല്ല ഉഷ എന്താന്ന് പറഞ്ഞ? ഉഷ പ്രീ ഡിഗ്രി പരീക്ഷ എഴുതാത്ത പഠിക്കാഞ്ഞിട്ടൊന്നല്ല, മധുവിനെ കണ്ട് പേടിച്ചിട്ടാന്ന്. പിന്നെ ഒരക്ഷരം പഠിക്കാണ്ട് പരീക്ഷ എഴുതാനിട്ട് എന്തുണ്ടായി പറ കേക്കട്ടെ. ഉവ്വ്. ആ അതിന്റെ ഫ്രണ്ട് ഭാഗം തെക്കേടത്തായിരുന്നു. ആ നമ്മടെ ഉവ്വ്. വേണം വേണം. ഓ അപ്പൊ നിങ്ങള് കൊറേ പേരുണ്ടായിരുന്നാ? ഓ ഓ. അപ്പൊ ഉഷയ്ക്ക് എന്നാ പരീക്ഷ ഉണ്ടായിരുന്നു? എന്നിട്ടാണ് പോയത്. അപ്പൊ ഏകദേശം ഊഹിക്കാം ഞങ്ങക്ക്. ചെക്കൻ വന്നു നിന്നു. ചെക്കന്റെ കൂട്ടരെ ഞങ്ങളൊക്കെ ഇതുകൊണ്ട് ചെക്കനൊക്കെ നിന്നു. പെണ്ണിനെ കൊണ്ടൊന്ന് നിർത്തിയാണ് ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് മധുണ്ടല്ലോ, മധു ആ വിടുന്ന് ഇവിടെ ഇറങ്ങിയിട്ട് പന്തലിക്ക വന്നോട് കൂടി ഞാൻ ഒറ്റ വലി. ആ വലി എനിക്ക് പനിയാ വന്നു. ഓണല്ല പനിയായി. പിന്നെ പഠിക്കാൻ കുറച്ച് മോശം ഉണ്ടായി, താല്പര്യമില്ല. അപ്പൊ പനിയൊരു കാരണായി. പിറ്റേ ദിവസം നല്ല പനി. അപ്പൊ നിന്റെ ഈ കഥ കേട്ടിട്ടാവൂലേ ഹൗ ഓൾഡ് ആർ യുല് മഞ്ജു വാര്യർ തലയിട്ട് വീണു. എന്നിട്ട് അപ്പൊ ഡോക്ടറെയൊക്കെ പോയി കാണിച്ചാ? പിന്നെ അയ്യോ. അപ്പൊ സത്യം പറഞ്ഞ സിനിമാ നടൻ മധുവാണ് നിന്റെ ഭാവി കളഞ്ഞത്. എവിടത്തെ ഡോക്ടറൊക്കെ ആവേണ്ടതായിരുന്നല്ലോ. പക്ഷെ അവിടെ നീ ഉറുമ്പ് കടിക്കണ്ട. തലയില് എന്ത് വെക്കണ ഉറുമ്പ്? ആ നീ അതിനെ പോയി ചവിട്ടി കൊല്ലണ്ട. ഈ തലയിൽ ഇത് വെച്ചിരിക്കുന്ന ഉറുമ്പിനെ കൊണ്ടുള്ള ഉപയോഗം എന്താ? ആ അപ്പൊ കുട്ടീനെ പണാണോ? അപ്പൊ പെട്ടിയിൽ വരട്ടെ പറ. കല്യാണം ആപ്പൂനെ. അതെ ആയിക്കോട്ടെ, എന്തായാലും ഗുണം. നീ എങ്ങടെ പോണ്? നീ എങ്ങടെ പോണ്? നടപ്പന്നല്ലേ ഉള്ളു, പണി കുറവല്ലേ? ചപ്പാത്തി ഉണ്ടാക്കണം, കറി ഉണ്ടാക്കണം. അല്ല നടപ്പല്ലേ ഉള്ളു, പണി കുറവല്ലേ? ഉണ്ടാക്കിയതോ ആര്? ഞാന്. നിനക്ക് പണി ഉണ്ടായേ? 25 പേർക്കുള്ള സദ്യ ഉണ്ടാക്കി. 25 പേര്. സദ്യ എന്ന് പറഞ്ഞാൽ അവിയല്, സാമ്പാറ്, ഉപ്പേരി, പപ്പടം, മോര്. ഇവിടെ അടുത്തുള്ള കാറ്ററിംഗുകാരൊക്കെ അടച്ചു വിട്ടു ഉണ്ടായിരുന്നു. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്നാ ശരി പോയിക്കോ. എന്തായാലും അടിപൊളി സദ്യ. ചംക്കി ചുംക്കിക്ക് ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ഒരു ലൈക്ക്.